ഒരു മാസം ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്ന ശേഷം പുറത്തു വന്ന യമുന റാണി പറയുന്നത് പലരും തന്നോട് ഇറങ്ങണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ മെസ്സേജിൽ കൂടി പലരും ഇറങ്ങിയത് നന്നായി എന്നും പറയുന്നുണ്ട്. അവിടെ ആദ്യ ആഴ്ചകളിൽ താൻ പ്രതികരിച്ചില്ല എങ്കിലും നാലാമത്തെ ആഴ്ച താൻ പ്രതികരിച്ചു തുടങ്ങി. ജിൻഡോ ആദ്യം തന്നോട് വഴക്കുണ്ടാക്കിയെങ്കിലും പിന്നീട് കൊച്ചുകുട്ടികളെപ്പോലെയാണ് എന്ന് മനസ്സിലാക്കി എന്നും പറഞ്ഞു. ജാൻമണിയുമായി നല്ലൊരു ബോണ്ട് ആയി. ഇനി ജാൻമണി ലൈഫ് ലോങ് ഫ്രണ്ട് ആയിരിക്കും എന്നും യമുന റാണി പറഞ്ഞു. നമ്മൾ എത്ര മച്ചുവേർഡ് ആണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വേറൊരു മൈൻഡ് സ്റ്റേറ്റ് നമ്മൾ ആകും. സിജോയുടെ വിഷയം ദൗർഭാഗ്യകരമായി പോയി. എല്ലാവരും ആ വിഷയത്തിൽ ഷോക്ക്ഡായി. ഗബ്രി ജാസ്മിൻ്റെ പ്രണയം ഒരു ഗെയിം സ്ട്രാറ്റജിയാണ്. അത് പറഞ്ഞതുകൊണ്ട് തനിക്ക് കുറച്ച് തിരിച്ചടികൾ ഉണ്ടായി. പക്ഷേ അതെല്ലാം ഗെയിമിൻ്റെ പാസ്റ്റ് ആണ്. അപ്സര ഒരു നല്ല ഗെയിമറാണ്. ശ്രീതു വളരെ ക്യൂട്ടാണെങ്കിലും വലിയ ഗെയിമറായി തോന്നിയിട്ടില്ല. ശ്രീരേഖയുടെ ശരിയായ പൊട്ടൻഷ്യൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. രശ്മിൻ വളരെ പൊട്ടൻഷ്യലുള്ള കാൻഡിഡേറ്റ് ആണ്. പക്ഷേ ചില സമയത്ത് അത്ര മെച്യൂർഡായി തോന്നുന്നില്ല. നോറയുടെ സൗണ്ട് ഇറിറ്റേറ്റിംഗ് ആണ്. ചെറിയ കാര്യങ്ങളിൽ കരഞ്ഞിരുന്ന ആണെങ്കിലും ഇപ്പോൾ സ്ട്രോങ് ആയി വരുന്നുണ്ട്. ജിൻഡോ ടോപ്പ് 5-ൽ വരേണ്ട മത്സരാർത്ഥിയാണ്. ഋഷി പാവമാണ്, പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും. ജാസ്മിൻ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചാൽ ടോപ്പ് 5-ൽ വരും. ഗബ്രി ജാസ്മിൻ കോംബോ നല്ലതല്ല. എന്ത് സ്ട്രാറ്റജി ആണെങ്കിലും ഒരു അതിർവരമ്പ് വെച്ച് സംസാരിക്കുന്നതും പെരുമാറുന്നതും നല്ലതാണ്. ഗബ്രി നന്നായി സംസാരിക്കുന്ന ആളാണെങ്കിലും കുറച്ച് കൂടി ബുദ്ധി ഉപയോഗിക്കണം. ഗബ്രി ജാസ്മിൻ്റെ നിഴലായി നിൽക്കാതെ ഗെയിം കളിക്കണം. അൻസിബ വാലിഡ് പോയിന്റ്സ് പറയുന്ന വ്യക്തിയാണ്. താൻ ഇറങ്ങുമ്പോൾ അൻസിബയുമായി നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. താൻ കൂർക്കം വലിക്കുന്ന ഇഷ്യൂവിൽ പറഞ്ഞത് തനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. താൻ എപ്പോഴും ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ ജാസ്മിനും ഗബ്രിയും സംസാരിച്ചിരിക്കുന്നതാണ് കാണാറുള്ളത്. ബിഗ് ബോസ് ഹൗസിൻ്റെ ഹൈജീൻ്റെ കാര്യത്തെപ്പറ്റിയും യമുന റാണി സംസാരിച്ചു. ആരെപ്പറ്റിയും മോശമായി സംസാരിക്കാതെ യമുന റാണി ഷോ വിട്ടു പോരുമ്പോൾ ജിൻഡോയോട് വിന്നറായി വരണം എന്നാണ് പറഞ്ഞത്. ഏതായാലും കോൺട്രവേഴ്സീസ് ഒന്നും ഉണ്ടാകാതെ ഒരു മാസം ഗെയിമിൽ നിന്ന ശേഷം പുറത്തു വന്ന യമുന റാണി സന്തോഷവതിയാണ്.